ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ബി.ജെ.പി. സർക്കാർ ജയിലിലടച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി CPIM. ഓഗസ്റ്റ് 3-4 തീയതികളിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും LDFിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കന്യാസ്ത്രീകളെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്ത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സംഘപരിവാർ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയാണ്. മണിപ്പൂർ, മഹാരാഷ്ട്ര, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാനമായ അക്രമം അരങ്ങേറുന്നുണ്ട്. ഇതിനെതിരെ ഓഗസ്റ്റ് 3-4 തീയതികളിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. സംഘപരിവാർ അഴിഞ്ഞാട്ടത്തിനെതിരെ ജനാധിപത്യ ശക്തികൾ ഒന്നിക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. ഈ പ്രതിഷേധം യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയ്ക്കു വേണ്ടിയും ഭരണഘടനാപരമായ ഇന്ത്യൻ ജനതയുടെ അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ കൂടിയാണ്. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കന്യാസ്ത്രീകളെ തന്നെ ജയിലിലടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒറ്റപ്പെട്ട ഒന്നല്ല. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗം കൂടിയാണ്. വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് കോൺഗ്രസിന് മിണ്ടാൻ കഴിയാത്തതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവരുടെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ബസ്കർ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാനാവാത്തത്. തൃശൂരിൽ BJPയെ ജയിപ്പിച്ചത് ക്രിസ്ത്യൻ വോട്ടുകളല്ല, മറിച്ച് കോൺഗ്രസ് വോട്ടുകളാണ്. വോട്ട് ലക്ഷ്യമിട്ട് കേരളത്തിലെ അരമനകൾ കയറുകയാണ് സംഘപരിവാർ. ശക്തമായ ഇടതുപക്ഷ സ്വാധീനമുള്ളതുകൊണ്ടാണ് കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ കഴിയാത്തതെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.